ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസവും സാധാരണയായി ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സെർച്ച് ചെയ്യാത്തതും കാണാൻ ആഗ്രഹിക്കാത്തതുമായ ചില ഇമേജ്, ടെക്സ്റ്റ്, ലിങ്ക് എന്നിവ സെർച്ച് റിസൾട്ടിൽ വന്നേക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ വരുന്ന ഇത്തരം സെൻസിറ്റീവ് കണ്ടന്റ് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ്. എന്നാൽ അതിന് ഗൂഗിളിൽ തന്നെ ഒരു സെറ്റിംഗ്സ് നൽകിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സേഫ് സെർച്ച്. ഈ സെറ്റിംഗ് ഉപയോഗിച്ച് ഗൂഗിൾ സെർച്ചിൽ വരുന്ന ചില അനുചിതമായ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയ കണ്ടന്റ് ഫിൽട്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇമേജ് മാത്രം ബ്ലർ ചെയ്യുകയോ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ സേഫ് സെർച്ച് എന്താണ്, അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വളരെ ലളിതമായി നോക്കാം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ഓൾ സർവീസ് നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന വിഭാഗത്തിലേക്ക് നോക്കിയാൽ സെർച്ച് അസിസ്റ്റന്റ് ആൻഡ് വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ഇവിടെ മുകളിൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സേഫ് സെർച്ച് എന്നൊരു സെറ്റിംഗ്സ് കാണാം. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്. അതിനായി നിങ്ങൾ ആദ്യം സേഫ് സെർച്ചിൽ ടാപ്പ് ചെയ്യുക. സേഫ് സെർച്ച് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ചില എക്സ്പ്ലിറ്റ് അല്ലെങ്കിൽ സെൻസിറ്റീവ് കണ്ടന്റ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് സേഫ് സെർച്ച്. ഇവിടെ പ്രധാനമായും 3 ഓപ്ഷനുകളാണ് നമ്മൾ കാണുന്നത്: ഫിൽട്ടർ, ബ്ലർ, ഓഫ്. ഈ 3 ഓപ്ഷൻ ഓരോന്നും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ആണ് ഫിൽട്ടർ. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ വരുന്ന സെൻസിറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിക്റ്റ് കണ്ടന്റ് പരമാവധി ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫിൽട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ വരുന്ന ചില സെൻസിറ്റീവ് ഇമേജ്, ടെക്സ്റ്റ്, ലിങ്ക് എന്നിവ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഗൂഗിൾ സെർച്ച് കൂടുതൽ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപയോഗപ്രദമായ ഒരു ഓപ്ഷനാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ബ്ലർ. ബ്ലർ തിരഞ്ഞെടുക്കുമ്പോൾ സെൻസിറ്റീവായ ചില ഇമേജ് നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിന് പകരം ബ്ലർ ചെയ്ത രീതിയിൽ കാണിക്കാൻ ഗൂഗിൾ ശ്രമിക്കും. അതായത് ഇമേജ് കാണുന്നതിന് മുമ്പ് അത് ബ്ലർ ചെയ്ത നിലയിലായിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ബ്ലർ പ്രധാനമായും ഇമേജിനെയാണ് ബാധിക്കുന്നത്. സെൻസിറ്റീവായ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിങ്ക്സ് ഇപ്പോഴും സെർച്ച് റിസൾട്ടിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇമേജ് മാത്രം ബ്ലർ ചെയ്ത് കാണണമെന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ബ്ലർ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഓഫ്. സേഫ് സെർച്ച് ഓഫ് ആക്കിയാൽ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ സെൻസിറ്റീവ് കണ്ടന്റ് ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള ഈ നിയന്ത്രണം ഉണ്ടാകില്ല. അതായത് സേഫ് സെർച്ച് ഓഫായി വെച്ചാൽ അനുചിതമായ അല്ലെങ്കിൽ സെൻസിറ്റീവായ കണ്ടന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗൂഗിൾ നിങ്ങൾക്ക് പ്രസക്തമായ സെർച്ച് റിസൾട്ട്സ് കാണിച്ചേക്കാം. അതുകൊണ്ട് സേഫ് സെർച്ച് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഓഫായി തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏത് ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യം വരും. നിങ്ങളുടെ ലക്ഷ്യം കഴിയുന്നത്ര അനുചിതമായ അല്ലെങ്കിൽ സെൻസിറ്റീവായ കണ്ടന്റ് ഫിൽട്ടർ ചെയ്യുക എന്നതാണെങ്കിൽ നിങ്ങൾ ഫിൽട്ടർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മാത്രം ബ്ലർ ചെയ്ത് കാണണമെങ്കിൽ ബ്ലർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇനി സേഫ് സെർച്ച് പൂർണ്ണമായും ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയും ലളിതമായ ഒരു സെറ്റിംഗ്സ് ആണ് ഗൂഗിളിന്റെ സേഫ് സെർച്ച്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെർച്ച് റിസൾട്ടിൽ വരുന്ന ഇത്തരം കണ്ടന്റ് നിയന്ത്രിക്കാൻ ഈ സെറ്റിംഗ്സ് ഉപയോഗപ്രദമായിരിക്കും. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ഗൂഗിൾ സെറ്റിംഗ്സ്, ആൻഡ്രോയിഡ് ടിപ്സ്, ഹിഡൻ ഫീച്ചർ, പ്രൈവസി സെറ്റിംഗ്സ് എന്നിവ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.